സന്തോഷമുള്ള എല്ലാവരും കരമത്തി കർത്താവിനെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. 10 മിനിറ്റ് 11:45 I will stop the worship service. എല്ലാവരും ശ്രദ്ധയോടെ ദൈവത്തിന്റെ മന്ദിരത്തിൽ തിരിക്കാം. സംഭവമായ ഒരു മാസം നമ്മളെ വിട്ട് കടന്നു പോകാനിടയായി. ജൂലൈ മാസം അമേരിക്ക സെലിബ്രേറ്റ് ചെയ്ത് 250th ഇൻഡിപെൻഡൻസ് ഡേ ഈ രാജ്യം ആഘോഷിക്കാനിടയായി. നമ്മളെല്ലാം പ്രാർത്ഥിച്ചു, കർത്താവെ ഈ രാജ്യത്ത് ഭീകരപ്രവർത്തകരെ കൊണ്ടുവരേണ്ട കാര്യമില്ല. ദേ ആർ ഹിയർ. സ്ലീപ്പർ സെൽസ് നമ്മുടെ ചുറ്റുമുണ്ട്. എപ്പോഴാണ് അത് സ്ട്രൈക്ക് ചെയ്യുന്നതെന്ന് അറിയത്തില്ല. കാരണം അവിടെ ഏക ലക്ഷ്യം, നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ മാസം ന്യൂയോർക്കിൽ നടന്ന മുസ്ലിങ്ങളുടെ ഒക്കെ പ്രൊസഷൻസ് കണ്ടു കഴിഞ്ഞാൽ അവർ പറയും വി വോണ്ട് ടു മേക്ക് ന്യൂയോർക്ക് ഇസ്ലാമിക് സ്റ്റേറ്റ്. ഈ രാജ്യത്തിലെ എല്ലാ കുടുംബങ്ങളും മുസ്ലിങ്ങളാകാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾ പ്രവർത്തിക്കുന്നു. സ്വന്തം അങ്ങനെ തന്നെയാകും. സത്യം പറഞ്ഞാൽ അങ്ങനെ ആയിക്കൊണ്ടിരിക്കുക. ഇവിടെയുള്ള ഒത്തിരി പള്ളികളെ മുസ്ലിങ്ങൾ വാങ്ങാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾക്കറിയാം എന്ത് പെട്ടെന്ന് മുസ്ലിംസ് വളർന്നത്. നമുക്ക് അവരോട് എതിർപ്പുമില്ല, നമ്മൾ അവരെ വളരെ സ്നേഹിക്കുന്നു. നമ്മുടെ ആഗ്രഹം അവർ യേശുവിനെ കാണണമെന്നുള്ള ആഗ്രഹമാണ്. പക്ഷെ വിഷയം അവരുടെ കണ്ണ് കുരുടാക്കി അവരെ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പിശാച് ശ്രമിക്കുമ്പോൾ ഓർക്കണം എന്ത് പെട്ടെന്ന് ഗ്രോ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഓൾമോസ്റ്റ് 90. കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടപ്പോൾ 90 കൂടുതൽ കോൺഗ്രിഗേഷൻ ഈ ഫിലദൽഫിയയില് മുസ്ലിംസിനുണ്ട്. ഓർത്തോണം ആകപ്പാടെ ഫിലദൽഫിയയിലുള്ളത് കൂടി വന്നാൽ എത്ര 100,000 അതിന് മുകളിലോ ഉള്ള മുസ്ലിംസേ ഉള്ളൂ. പക്ഷെ അവർക്കുള്ള കോൺഗ്രിഗേഷൻ എത്രയാണെന്നറിയാമോ? 90+. സ്വതന്ത്രം ചെയ്യുന്നു. അവർ ഓരോ സ്ഥലങ്ങളും വാങ്ങി അവിടെ ചർച്ചയാക്കൊണ്ടിരിക്കുക. അവിടെയാണ് നമ്മള് സാമട്ടിൽ ഒഴുകി ഉറങ്ങിപ്പോകാതെ യു റൈസ് അപ്പ്, ഗ്രോ ആൻഡ് ഷൈൻ ഫോർ ദ ലോർഡ്. എന്തിനാ? നമുക്ക് അവിടെ ഫൈറ്റ് ഒന്നുമില്ല. നമ്മുടെ ചുറ്റും ഞാനിപ്പോ ചിന്തിക്കുന്ന ചുറ്റും കൊണ്ട് മുസ്ലിംസിനെ പറയിക്കുക. പക്ഷെ ഞാൻ ചിന്തിക്കുന്നത് അതെനിക്കൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ദൈവസന്നിധിയിൽ ഉപവസിച്ച് വളർന്ന കൃപകൾ ഏറ്റെടുത്ത് നമ്മൾ നടക്കുമ്പോൾ ദൈവത്തിന്റെ വെളിച്ചം നമ്മളൊന്നും ചെയ്യണ്ട. ഇന്നലെ കർത്താവ് പറഞ്ഞൊരു കാര്യം, കെൻസിംഗ്ടൺ ആണെങ്കിലും മസ്ലിംസ് ആണെങ്കിലും നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. യുദ്ധത്തിൽ യു ഡോണ്ട് ഹാവ് ടു ഫൈറ്റ്, ജസ്റ്റ് ബി ഒബീഡിയന്റ്. ഞങ്ങൾ ഇന്നലെ വചനം വായിക്കുമ്പോൾ നിനവയില്, ഇൻ ദ സിറ്റി ഓഫ് നിനവേ, ജോന ഡിഡ് നത്തിങ്. അവൻ അനുസരണം കേട്ടവനാണ്. ദൈവം പിടിച്ച് വലിച്ചു കൊണ്ടിട്ടിട്ട് പറ. പക്ഷെ ഈ നീഡ് സംബാരി. അനുസരണം കേട്ടവനാണേലും ഒരുത്തനും വേണം ദൈവത്തിന് പോയി ഒന്ന് വിളിച്ചു പറയാൻ, അവന്റെ കരമാകാൻ, കാണാകാൻ. സ്വന്തം അവിടെ പോയി ഒരു ദിവസം വഴുതൂരം പുള്ളി പോയിട്ട് ഉറക്ക വിളിച്ചു പറഞ്ഞു, ദൈവം ഈ പട്ടണത്തെ, ഈ നഗരത്തെ എന്ത് ചെയ്യാൻ പോവുക? നശിപ്പിക്കാൻ പോവുക. ബാക്കി ആക്ട് ചെയ്യുന്ന ദൈവമാണ്. എന്നെ സർപ്രൈസ് ചെയ്തത് ഒരു പ്ലാനോ ഒരു ഓർക്കസ്ട്രേഷനോ ഒരു ഓർഗനൈസേഷനോ ഒന്നുമില്ലാതെ ആദ്യം ജനം റിപ്പന്റ് ചെയ്യുക. പിന്നെ അത് രാജാവിന്റെ അടുക്കലെത്ത് രാജാവ് റിപ്പന്റ് ചെയ്യുക. അവസാനം രാജാവിന്റെ പ്രിൻസസ് ചേർന്നിട്ട് എല്ലാവരെയും കൽപ്പന പുറപ്പെടുവിക്കുക. ഈ രാജ്യത്ത് ഒരു പുരുഷനോ സ്ത്രീയോ ഒരു മൃഗമോ വെള്ളം പോലും എന്ത് ചെയ്തത് എന്ത് പറയാ ദൈവത്തിലേക്ക് തിരിയണം. ഒരുവേള ദൈവം അനുദവിച്ചെങ്കിലോ റിപ്പന്റ് ചെയ്തെങ്കിലോ, സത്യം പറഞ്ഞാൽ ദൈവം റിപ്പന്റ് ചെയ്തില്ലേ? അവര് ദൈവത്തിലേക്ക് തിരിഞ്ഞു വന്ന് കണ്ടപ്പോൾ ജോനയുടെ ഒരു എഫർട്ട് പോലെ ജോന പ്രസംഗിച്ച് നോക്കിയിരിക്കുക. ഫയർ മേ കം ഡൗൺ ആൻഡ് ഡിസ്ട്രോയ് ദ ഫയർ മേ കം ഡൗൺ. പ്രാർത്ഥിക്കുന്നവൻ ഇന്ന് പകൽക്കാലം ഓർത്തോണം. സ്വതന്ത്രം ചെയ്യുന്നു. കെൻസിംഗ്ടനെ രൂപാന്തരപ്പെടുത്താൻ ഗാഡ് മതി. ഈ സിറ്റിയിൽ നിന്ന് അനേകരെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരുവാൻ ഗാഡ് മതി. നമ്മുടെ ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരം തരാൻ ആര് മതി? ഗാഡ് മതി. അതുകൊണ്ട് ഈ വർഷം പരിശുദ്ധാത്മാവ് പറഞ്ഞു, യു ഹാവ് ടു ഗ്രോ ഇൻ ദ ലോർഡ്. ആ ഗ്രോത്തിനെ കുറിച്ച് പഠിച്ചു വന്നപ്പോൾ വാക്യം മാത്രം വായിപ്പിച്ച് നിർത്തും. സ്വതന്ത്രം ചെയ്യുന്നു. ഗ്രോത്തിനെ കുറിച്ച് പഠിച്ചു വന്നപ്പോൾ ഒന്നാമത് നല്ല സീഡ് വേണം. കേൾക്കുന്ന വചനം അൺകറപ്റ്റബിൾ ആയിരിക്കണം. സീഡ് മാത്രം പോരാ, സീഡ് ജെർമിനേറ്റ് ചെയ്യണം. അതിന് നനവ് വേണം. ഹോളി സ്പിരിറ്റ് നനവില്ലാതെ വചനമാകുന്ന വിത്ത് ആക്ടിവേറ്റഡ് ആകത്തില്ല. അതിനുശേഷം പറഞ്ഞു വിത്ത് കിളുത്താൻ മാത്രം പോരാ, അത് വിതയ്ക്കാൻ ഒരു ഇടം വേണം. വെറും നിലത്ത് പോയി ചുമ്മാ വിതയ്ക്കാൻ പറ്റില്ല. പ്രിപ്പയർ ദ ഗ്രൗണ്ട്. ഈ വചനം വീഴുന്ന നമ്മുടെ ഹൃദയങ്ങൾ എപ്പോഴും ക്ലിയർ ആക്കി, ഒരുക്കി, അകറ്റേണ്ടവയെ അകറ്റി, ഉടയ്ക്കേണ്ടവയെ ഉടച്ച് നിരത്തി വെക്കണം. ഇല്ലെങ്കിൽ കിളിർത്ത വിത്ത് കട്ടകളിടയിൽ വീണത് അറ്റുപോകും, കിളിർപ്പുണ്ടാകത്തില്ല. അതിനുശേഷം കർത്താവ് പറഞ്ഞു അതുപോരാ, കട്ടകളെല്ലാം ഒടിച്ച് നിർത്തിയാൽ പോരാ, വിതയ്ക്കണം. വിതയ്ക്കുമ്പോൾ എങ്ങനെ? കണ്ണീരോടെ വിതയ്ക്കണം. കരഞ്ഞു വിതച്ചാൽ ആർപ്പോട് പോയി എന്ന് കർത്താവ് പറഞ്ഞു. അതിനുശേഷം പറഞ്ഞു വിതച്ചു കഴിഞ്ഞിട്ട് ചിന്തയില്ലാത്തവരായിട്ട് വേലി ഉറപ്പുവരുത്തണം. ആ വേലി നമ്മൾ കെട്ടുന്ന വേലിയല്ല, ദൈവം കിട്ടുന്ന വേലിയായിരിക്കണം എന്ന്
കർത്താവ് നമ്മെ പഠിപ്പിക്കാനിടയായി തീർന്നു. കാരണം വേലിയില്ലെങ്കിൽ കാട്ടുപന്നി അതിനെ നശിപ്പിക്കും, മൃഗങ്ങൾ അതിനെ നശിപ്പിക്കും, വഴി കണ്ടു പോകുന്നവരെല്ലാം അതിനെ നശിപ്പിക്കും. വേലി, ദൈവത്തിന്റെ വേലി. ആ വേലി ചിലപ്പോൾ ചില കഷ്ടങ്ങൾ തരുന്ന നമ്മുടെ വേലിയാകാം, നമ്മുടെ അനുഗ്രഹമാകാമെന്ന് പരിശുദ്ധാത്മാവ് പഠിപ്പിച്ചു. അതിനുശേഷം പറഞ്ഞപ്പോൾ വേലി മാത്രം പോരാ, നമുക്ക് വെളിച്ചം വേണം. വെളിച്ചത്തിൽ വസിച്ചില്ലെങ്കിൽ വളർച്ച നന്നായിട്ടുണ്ടാകത്തില്ല. വെളിച്ചം ഇരുട്ടിനകത്ത് കേട്ടെന്ന് സാക്ഷ്യം കേട്ടോ, നമ്മളിൽ നിന്ന് റേഡിയേഷൻ ചെയ്യുന്നുണ്ട്. വെളിച്ചം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ചില വാക്യങ്ങൾ അവരുടെ ഉള്ളത്തിൽ പതിയും. അത് നമ്മുടെ ഗുണം കൊണ്ടല്ല, അവരുടെ ശ്രദ്ധ കൊണ്ടുമല്ല, അതിന്മേൽ വ്യാപരിക്കുന്ന പവറാ. ആ ലൈറ്റ് കൊണ്ട് അതിൽ അവർ തട്ടും, അവർ റിമംബർ ചെയ്യും. ഹല്ലേലൂയ എന്ന് പകൽക്കാലം വെളിച്ചത്തിലുള്ളവരായി വസിക്കാൻ പരിശുദ്ധാത്മാവ്. വെളിച്ചത്തിലല്ലാതെ അവൻ വെളിച്ചത്തിൽ വരുമ്പോൾ ഇരുട്ടിലാകുന്നു പോകും. പ്രത്യേകിച്ച് അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മളെ ശുദ്ധീകരിക്കുമെന്ന് കഴിഞ്ഞ മാസം വെളിച്ചത്തിലുള്ളവരായിട്ട്. അവൻ വെളിച്ചത്തെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. അവിടെയാണ് 10 കന്യമാരുടെ കഥയൊക്കെ വരുന്നത്. 10 കന്യമാര് അവൻ വെളിച്ചമെടുത്തുകൊണ്ട് അവർ കാത്തിരുന്നത്. അവൻ രണ്ടുപേരുടെയും വെളിച്ചം മറ്റു കാര്യം. ഈ വെളിച്ചം കത്തണമെങ്കിൽ നമുക്ക് എപ്പോഴും എണ്ണ വേണം, ഹോളി സ്പിരിറ്റ്. അതുകൊണ്ട് എപ്പോഴും നമ്മളെ ആത്മാവില് അവൻ ഫിൽഡായിട്ടിരിക്കണം. ഇല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വിളക്ക് കെട്ടുപോകുന്ന അവസ്ഥകൾ വരും, ഉത്സാഹമില്ലായ്മ വരും, കർത്താവ് വരാൻ താമസിക്കുമ്പോൾ ഉറക്കം പിടിക്കും. അവൻ നല്ല ബുദ്ധിയുള്ളവർ ഉറങ്ങി, ബുദ്ധിയില്ലാത്തവർ ഉറങ്ങി. പക്ഷേ ബുദ്ധിയുള്ളവർക്ക് പ്രത്യേകത ഉണ്ടായിരുന്നു, അവർക്ക് സ്റ്റോക്ക് ഉണ്ടായിരുന്നു. ഹോളി സ്പിരിറ്റ് എപ്പോഴും അവർ ആത്മാവിൽ ആരാധിച്ചു. അതിനുള്ള ഓപ്പർച്യൂണിറ്റി അവരെ തന്നെ കത്തിച്ചുകൊണ്ടിരുന്നതുകൊണ്ട് എന്ത് പറ്റി? അവൻ രാത്രി മണവാളൻ വരുന്ന ധ്വനി കേട്ടു, തട്ടിപ്പിടിച്ചെഴുന്നേറ്റു. അവിടെ എല്ലാവരുടെയും വിളക്ക് കെട്ടുപോയിരുന്നു. എന്നാൽ മറ്റവരെ പെട്ടെന്ന് എണ്ണയൊക്കെ ഇട്ടിട്ട് ലൈറ്റിട്ട്, മറ്റവർ എത്ര കത്തിക്കാൻ നോക്കിട്ട് കത്തിയില്ല. എണ്ണ ചോദിച്ചു പറ്റും, നിങ്ങൾ പോയി വാങ്ങാൻ പറഞ്ഞു. തിരിച്ചു വന്നപ്പോൾ അവർ വാങ്ങിക്കൊണ്ട് വന്നപ്പോഴേ മണവാളം വന്ന് കഥ പടച്ചു. വെളിച്ചമുള്ളവരായിട്ട് അകത്ത് കയറി വാതിലടച്ചു. ഇവര് കത്തിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്ക് വാതിക്കം വിട്ട്, ഞങ്ങൾക്കും തുറക്കണേ, ഞങ്ങളും ഹോളിയായിരുന്നു, ഞങ്ങൾ വിശുദ്ധരായിരുന്നു, ഞങ്ങൾ കന്യകമാരായിരുന്നു, വെർജിൻസ് ആയിരുന്നു, കളങ്കപ്പെട്ടില്ല. ഇതൊക്കെ കർത്താവ് പറഞ്ഞു, ഐ നെവർ ന്യൂ യു. എത്ര ഹോളിയാണേലും, എത്ര അവൻ കളങ്കപ്പെടാത്തവരാണ്, ദാറ്റ്സ് നോട്ട് ദ തിങ്. അവൻ യു നീഡ് ദ ലൈറ്റ്, കർത്താവിന്റെ പ്രകാശം. അവിടെ വന്ന് അവൻ നമുക്കറിയാം അവരെ കർത്താവ് തള്ളിക്കളഞ്ഞു. ഈ മാസപരിശുദ്ധം പറയുന്നത് ആ വെളിച്ചം നല്ലതാണ്. വെളിച്ചത്തോടൊപ്പം തന്നെ നിങ്ങൾ കയറി വരുമ്പോൾ കണ്ട് ചില ചെടികൾ അവൻ വാടി ഇരിക്കുന്നത്, അതിന്റെ ചെടികൾ ഇലകൾക്കൊക്കെ വാട്ടം, മഞ്ഞ കളറ്. വെളിച്ചമുണ്ട്, വെളിച്ചത്തിന് കുഴപ്പമില്ല, വെളിച്ചം ഇസ് ദേർ. പക്ഷെ അതിന് ഫുഡ് വേണം, അതിന് വേണ്ട ഫുഡ്, ന്യൂട്രിയൻസ്, അതിന് വേണ്ട എല്ലാം അത് നാം പ്രാപിക്കണം. പരിശുദ്ധം പറയാം, നിങ്ങൾ ഭക്ഷിക്കണം. അമേൻ. ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് എടുക്കാം അവന്റെ വാക്യങ്ങള്. അമേൻ. സ്തോത്രം ചെയ്യുന്നു. ലെറ്റ്സ് ടേക്ക് ഗോസ്പൽ അക്കോർഡിംഗ് ടു ജോൺ ചാപ്റ്റർ 6 വേഴ്സ് 27. യേശുനാഥൻ തന്റെ ഭക്തരെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അമേൻ. സ്തോത്രം ചെയ്യുന്നു. Chapter 6 verse 27. Labor not for the meat which perisheth, but for the meat that endureth unto everlasting life. ശ്രദ്ധയോടെ നിങ്ങൾ കേൾക്കണം. ശ്രദ്ധയോടെ കേൾക്കണം. അമേൻ. സ്തോത്രം ചെയ്യും. നശിച്ചു പോകുന്ന ആഹാരത്തിന് വേണ്ടി നീ ലേബർ ചെയ്യുന്നത് കുറച്ചിട്ട് ശുഭരവൽക്കടന വേണ്ടെന്നല്ല, നമുക്ക് വേണം. എന്നാൽ നിലനിൽക്കുന്ന ഒരു ആഹാരമുണ്ട്. നിന്നെ വിളിച്ചത്, അമ്മയുടെ ഉദരത്തിൽ നിന്നെ ഫോം ചെയ്തത് നിലനിൽക്കുന്ന ആഹാരം വിളയിക്കാൻ വേണ്ടിയാ, അത് നീ ഭക്ഷിക്കാൻ വേണ്ടിയാ. ജീസസ് ഈസ് ടെല്ലിംഗ്, വർക്ക് നോട്ട് ഫോർ ദ ഫുഡ് വിച്ച് പെരിഷത്ത്. നശിച്ചു പോകുന്ന ആഹാരത്തിന് വേണ്ടി നീ വർക്ക് ചെയ്ത് കളയല്ല സമയം. പിന്നെ ബട്ട് ഫോർ ദ ഫുഡ് വിച്ച് അബൈഡത്ത് അൺടു ഇറ്റേണൽ ലൈഫ്. നിത്യജീവനിലേക്ക് നിന്നെ ഉയർത്തുന്ന ആ ഭക്ഷണത്തിന് വേണ്ടി അധ്വാനിക്കണം. അത് ആരാ തരുന്നോ അറിയാമോ? which the Son of Man shall give unto you. For him the Father, even God, hath sealed. അവനെ പിതാവ് മുദ്രയിട്ടിരിക്കുന്നു. പകല് എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അവൻ എന്നോടും ചേർന്ന് എന്ത് കഴിക്കും? താഴെ കഴിക്കും. He won't dine with you. ഇത് ശ്രദ്ധയോടെ കേട്ടോ. വചനം സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് അടുത്ത് പറയാം. അടുത്ത വചനം നമുക്ക് നോക്കാം. അവൻ സ്വപ്നം ചെയ്യുന്നു. പോളും ഇത് പഠിപ്പിക്കുമ്പോൾ ഒരു കാര്യം പഠിപ്പിച്ചു. അവൻ സ്വപ്നം ചെയ്യുന്നു. പഴയ നിയമത്തെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ലെറ്റ്സ് ടേക്ക് 1 Corinthians chapter 10. അവൻ 1 കൊരിന്ത്യർ ലേഖനം അവൻ 10ാം അധ്യായത്തിലേക്ക് പോകാം. അതിന്റെ അവൻ സ്വന്തം 3ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. മതി. അത് പറയുന്നു, സഹോദരന്മാരെ, നിങ്ങളുടെ പിതാക്കന്മാരൊക്കെയും മേഘത്തിന് കീഴായിരുന്നു. മോസസിനെയും കൂടെയുള്ളവരെ they walked under the pillar of cloud. ആമേൻ. ആ മേഘത്തൂടെയും അത് അവരെ ഓഷനിൽ കൂടെയും കടന്ന് ബാപ്റ്റിസം എടുത്തിട്ട് ആരോട് ചേർന്നു? മോസസിനോട് ചേർന്നു. അതുകൊണ്ട് തൃപ്തിയാൻ വിചാരിക്കണ്ട. നോ, നിന്റെ യാത്ര തുടങ്ങിയതേ ഉള്ളൂ. ഇനി ഒത്തിരി ഭക്ഷണങ്ങൾ കഴിക്കാനുണ്ട്. യു ഹാവ് ടു ഈറ്റ്. ഞാൻ ചോരത്തളിക ആചരിച്ചു, പെസഹ ആചരിച്ചു, മേഘത്തണലുണ്ടായിരുന്നു, അഗ്നിസ്തൂൺ ഉണ്ടായിരുന്നു. ഐ വെന്റ് ത്രൂ ദി ചെങ്കടൽ.
Oh, there was water over in the clouds, water on my side. Oh, praise the Lord, hallelujah, worship. തീർന്നില്ല. അവർ ആത്മീയാഹാരം, ഒരേ ആത്മീയാഹാരം തിന്നു. You have to eat spiritual food. അതുകൊണ്ടാണ് ഫെലോഷിപ്പ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. യു ഗ്യാദർ ടുഗദർ, ബൈബിൾ സ്റ്റഡി കയറണം, ഡിസ്കസ് ചെയ്യണം, പഠിക്കണം. എന്നിട്ട് അടുത്ത് പറയുന്ന അവർ ഒരേ ആത്മീയ പാനീയം കുടിച്ച് അവരെ അനുഗമിച്ച പാറയിൽ നിന്നല്ലോ കുളിച്ചത്. ആ പാറ ആരായിരുന്നു? ക്രിസ്തുവായിരുന്നു. ഇന്നാരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടി എന്ത് ചെയ്യും? ഫുഡ് കഴിക്കും, യഥാർത്ഥം കഴിക്കും. വലിയ അത്ഭുതമായ ഒരു സമയമില്ല. അവൻ സ്വന്തം അടുത്തതായിട്ട് ഈ മാസത്തിൽ നമ്മൾ സംസാരിച്ചപ്പോൾ 136 സങ്കീർത്തനത്തിൽ നിന്ന് കർത്താവിനെ പാടി സ്തുതിക്കുമ്പോൾ പറഞ്ഞു. അതിന് 25-ാമത്തെ വാക്യം സ്വന്തം ചെയ്യുന്നു. ഒന്ന് വായിച്ചാട്ട് എന്റെ 25-ാമത്തെ വാക്യം. ജീവനുള്ളതിനൊക്കെ ഭക്ഷണം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. അവൻ നല്ലവനല്ലോ, അവന്റെ ദയ. കാലം ജീവനുള്ള നിങ്ങൾക്കും എനിക്കും ഭക്ഷണം തരുന്ന ഒരു ദൈവമുണ്ട്. വരാം, പറയാൻ കർത്താവേ എനിക്ക് താ, ഞാൻ കഴിക്കട്ടെ, തൃപ്തി പ്രാപിക്കട്ടെ, നിനക്ക് പ്രയോജനമുള്ള ഒരു പാത്രമാകട്ടെ. നമുക്ക് എഴുന്നേറ്റ് ഒരു ഗാനം പാടി ആരാധിച്ചു പിരിഞ്ഞു പോകാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ദേവന്മാരിൽ നിനക്ക് തുല്യനായവനില്ല, സ്വർഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനായ ആരുണ്ട്? ഈ മാസം പറയാൻ കർത്താവേ, ഈ മാസമല്ല ജീവിതാന്ത്യം വരെ നിന്നിൽ നിന്ന് ഭക്ഷിച്ച് പ്രാപിച്ച് അനേകർക്ക് കൊടുക്കാൻ ജ്ഞാനം വളരാൻ എന്നെ സഹായിക്കണമേ. വെളിച്ചം നല്ലതാപ്പ, വെളിച്ചത്തോടൊപ്പം ഞാൻ ഫ്രൂട്ട്ഫുൾ ആകണമെങ്കിൽ എനിക്ക് വേണ്ട പോഷകങ്ങൾ വേണം, എനിക്ക് വേണ്ട വളങ്ങൾ, ഫെർട്ടിലൈസേഴ്സ്, വെള്ളം. കർത്താവേ, രക്ഷയ്ക്കായി വളരാൻ വചനമെന്ന മായമില്ലാത്ത പാല്. സ്വന്തം പീറ്ററിനെ കുറിച്ച് പറഞ്ഞു. അതുകൊണ്ട് പല കാര്യങ്ങൾ നിങ്ങൾ ഒഴിച്ചു കളഞ്ഞിട്ട്, ജീവിതത്തിൽ ചില കാര്യങ്ങൾ ഒഴിച്ചു കളയാനുള്ളത് പീറ്റർ 1 Peter chapter 2 പറയുന്നുണ്ട്. റിമൂവ് certain things, എന്നിട്ട് രക്ഷയ്ക്കായിട്ട് വളരാൻ, that you may grow unto salvation. വചനമെന്ന മായമില്ലാത്ത പാല് കുടിക്കാം. ആ കട്ടിയായിട്ടുള്ള ആഹാരം കർത്താവ് പറയുന്നു, എന്നൊന്നും പാലിച്ചു കുടിച്ചുകൊണ്ടിരിക്കാതെ കട്ടിയായുള്ള ആഹാരം കഴിക്കാം, വളരാൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഈ ഗാനം പാടി പ്രാർത്ഥിച്ചു പിരിയാം. കർത്താവേ, ദേവന്മാരിൽ നിനക്ക് തുല്യനായവനാണ്. ഹല്ലേലൂയ. എഴുന്നേറ്റ് ഗാനം പാടി ജനങ്ങളെ എഴുതി പാടി ആരാധിക്കാം. ആമേൻ. ദേവന്മാരിൽ നിനക്ക് തുല്യനായ സ്വർഗ്ഗത്തിൽ ഭൂമിയിൽ നിനക്ക് തുല്യനായ ദേവന്മാരിൽ നിനക്ക് തുല്യനായ സ്വർഗ്ഗത്തിൽ ഭൂമിയിൽ നിനക്ക് തുല്യനായ യേശുവെ പോലായിരുന്നില്ല, എന്റെ യേശുവെ പോലായിരുന്നില്ല, ഓ യേശുവെ പോലായിരുന്നില്ല, എന്റെ യേശുവെ പോലായിരുന്നില്ല. സ്വർഗ്ഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനായ സ്വർഗ്ഗത്തിലും യേശുവെ പോലായിരുന്നില്ല, എന്റെ യേശുവെ പോലായിരുന്നില്ല, യേശുവെ പോലായിരുന്നില്ല, എന്റെ യേശുവെ പോലായിരുന്നില്ല. സ്വർഗ്ഗത്തിലോ ഭൂമിയിലോ നിനക്ക് തുല്യനായ, സ്വർഗ്ഗത്തിലും ഭൂമിയിലോ നിനക്ക് തുല്യനായ. ദൂതന്മാരെ ജനത്തെ ഘോഷിപ്പിച്ചു, ദൂതന്മാരെ ഈ ജനത്തെ ഘോഷിപ്പിച്ചു. അങ്ങെ പോലെ ആരുമില്ല, ജനത്തെ സ്നേഹിച്ചില്ല, അങ്ങെ പോലെ ആരുമില്ല, ജനത്തെ യേശുവെ പോലായിരുന്നില്ല, എന്റെ യേശുവെ യേശുവെ പോലായിരുന്നില്ല, എന്റെ യേശുവെ പോലായിരുന്നില്ല. സ്വർഗ്ഗത്തിലും
എന്റെ യേശുവെ പോലാരും യേശുവെ പോലാരും എന്റെ യേശുവെ പോലാരുമില്ല സ്വർഗ്ഗത്തിലോ നിനക്ക് തുല്യനായ സ്വർഗ്ഗത്തിലോ നിനക്ക് തുല്യനായ മരണത്തിൽ പാശങ്ങൾ അഴിഞ്ഞു പാതാളം ഗോപുരം തകർന്നു മരണത്തിൽ പാശങ്ങൾ അഴിഞ്ഞു പാതാളം ഗോപുരം തകർന്നു അങ്ങെപ്പോലെ ആരുമില്ല യേശുവെ പോലാരുമില്ല എന്റെ യേശുവെ യേശുവെ പോലാരുമില്ല എന്റെ യേശുവെ പോലാരുമില്ല സ്വർഗ്ഗത്തിലും ഭൂമിയിലും